ഇന്ത്യയുടെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ T20 ഏകദിന പരമ്പരകൾ അവസാനിച്ചിരുന്നു. T20 പരമ്പര സമനിലയിലായപ്പോൾ ഏകദിന പരമ്പര ഇന്ത്യ നേടി. ഇനി അവശേഷിക്കുന്നത് ടെസ്റ്റ് പരമ്പര മാത്രമാണ്. 2 മത്സരമടങ്ങുന്ന പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നാളെ ആരംഭിക്കും. ചരിത്ര പ്രസിദ്ധമായ സെഞ്ചുറിയനാണ് മത്സരവേദി. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 1:30 കളി ആരംഭിക്കും. ഏകദിന വേൾഡ് കപ്പിന് ശേഷം വിശ്രമത്തിലായിരുന്ന ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം ഈ ടെസ്റ്റ് പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. സീനിയർ താരങ്ങളുടെ കരുത്തോടെയാണ് ഇന്ത്യയുടെ വരവെങ്കിലും ഈ ടെസ്റ്റ് പരമ്പര നേടുകയെന്നത് വളരെ പ്രയാസമായിരിക്കും. പൊതുവെ പേസ് ബോളിംഗിന് അനുകൂലമായ പിച്ചുകളാണ് സൗത്ത് ആഫ്രിക്കയിലേത്. ഇത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട്. മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമാണ് ഈ പരമ്പര. അതിനാൽ എങ്ങനെയും വിജയിച്ച് പോയിന്റ് പട്ടികയിൽ മുന്നേറുകയെന്നതും ഇന്ത്യയുടെ ലക്ഷ്യമാണ്. തലമുറ മാറ്റം വന്നുവെങ്കിലും കരുത്തുറ്റ പ്ലേയിംഗ് 11 തന്നെയാണ് ഇന്ത്യ നാളെ അണിനിരത്തുക. ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാനെ എന്നിവരില്ലാതെ ഇന്ത്യ ഒരു എവേ ടെസ്റ്റ് കളിക്കുന്നത് 12 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. നാളെ ഇറങ്ങുന്ന ഇന്ത്യയുടെ സാധ്യത പ്ലേയിംഗ് 11 ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് ഈ ടീമിലെ ഓപ്പണർമാർ. ഇതോടെ ഇന്ത്യക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ലഭിക്കും. ശുഭ്മാൻ ഗില്ലാണ് വൺ ഡൗൺ എത്തുക. വിരാട് കോഹ്ലി 4-ാം നമ്പറിലും ശ്രേയസ് അയ്യർ 5-ാം നമ്പറിലും ബാറ്റ് വീശും. KL രാഹുൽ ആയിരിക്കും ഈ ടീമിലെ വിക്കറ്റ് കീപ്പർ. രവീന്ദ്ര ജഡേജ ഓൾറൗണ്ടറായി ടീമിലിടം നേടുമ്പോൾ അശ്വിൻ പുറത്തിരിക്കേണ്ടി വരും. കാരണം പേസ് ബോളിംഗിനെ പിന്തുണയ്ക്കുന്ന ഒരു പിച്ചാണിത്. ഷർദുൽ ഠാക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ എന്നിവരായിരിക്കും ഈ ടീമിലെ പേസർമാർ.